അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആ സംഭവം ഇങ്ങനെയായിരുന്നു. അന്ന് രാത്രി മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാത്രി ഭക്ഷണം കഴിക്കാൻ ഉമ്മു ഹാനി റളിയല്ലാഹു അൻഹായുടെ വീട്ടിലായിരുന്നു. അബൂ ത്വാലിബിൻ്റെ മകളാണ് ഉമ്മു ഹാനി. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പിതൃവ്യൻ്റെ മകൾ. അവരുടെ യഥാർത്ഥ പേര് ഹിന്ദ് എന്നായിരുന്നു. ആദ്യകാലത്ത് തന്നെ ഇസ്ലാം മതം നെഞ്ചേറ്റാൻ സൗഭാഗ്യം ലഭിച്ച ഒരു സൗഭാഗ്യവതിയായിരുന്നു അവർ. അവരുടെ വീട്ടിൽ രാത്രി ഭക്ഷണം കഴിഞ്ഞ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തനിക്ക് നിസ്കരിക്കാനുള്ള നിസ്കാരങ്ങളൊക്കെ നിർവഹിച്ച് അവിടെ തന്നെ ഒരു ഭാഗത്ത് കിടക്കുകയായിരുന്നു. അപ്പോഴേക്കും എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞു. അപ്പോഴാണ് 2 പേർ അല്ലെങ്കിൽ 3 പേർ, ഏതായിരുന്നാലും ഏതാനും അപരിചിതരായ ആൾക്കാർ മനുഷ്യ രൂപത്തിൽ മഹാനായ നബിയെ സമീപിക്കുന്നത്. അവർ നബിയെയും കൂട്ടി അവിടെ നിന്ന് പരിശുദ്ധ കഅബാലയത്തിൻ്റെ അങ്കണത്തിലേക്ക് വന്നു. അവിടെ സംസം കിണറിൻ്റെ സമീപത്തായി നബിയെ കിടത്തുകയും നബിയുടെ നെഞ്ച് തുറക്കുകയും അവിടെ അവരെന്തൊക്കെയോ ചെയ്യുകയും ചെയ്തു. ഈ യാത്രയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർ ചെയ്ത ഈ പ്രക്രിയക്ക് ചില പ്രത്യേകതകൾ വേണമെങ്കിൽ ഉണ്ട് എന്ന് നമുക്ക് പറയാം. കാരണം ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനിയുള്ള യാത്ര, ആ യാത്രയിൽ ഉപയോഗിക്കുന്ന വാഹനം, ആ യാത്രയുടെ വേഗത, ആ യാത്രയുടെ ദൂരം തുടങ്ങിയതെല്ലാം അവിശ്വസനീയമായ അല്ലെങ്കിൽ നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത അത്രയും വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ഈ വ്യത്യാസങ്ങളിലേക്കൊക്കെ ശാരീരികമായും മാനസികമായും മഹാനായ നബിയെ ട്രാൻസ്ലേറ്റ് ചെയ്യുവാൻ, നബിയെ മാറ്റിയെടുക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം നടത്തിയ ഒരു പ്രക്രിയയായിരുന്നു ആ നെഞ്ച് തുറക്കലും മറ്റുമെല്ലാം. ഏതായിരുന്നാലും അത് കഴിഞ്ഞ് സംസം വെള്ളത്തിൽ കഴുകി ശുദ്ധീകരിക്കപ്പെടുകയും ഒക്കെ ചെയ്തതോടുകൂടെ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു വാഹനവുമായി അവിടേക്ക് വന്നു. ആ വാഹനം ബുറാഖ് എന്ന പേരിലാണ് നമ്മൾ പറയാറുള്ളത്. ബുറാഖ് എന്നത് ആ വാഹനത്തിൻ്റെ പേരാണോ, ആ വാഹനത്തിൻ്റെ വിശേഷണമാണോ, അങ്ങനെയൊക്കെയുള്ള ചർച്ചകളുണ്ട്. ഇടി മിന്നൽ എന്നാണ് ശരിക്കും ബുറാഖ് എന്ന് പറഞ്ഞാൽ. ഇടിമിന്നും പോലെ സഞ്ചരിക്കാൻ കഴിവുള്ള ഒരു മൃഗമായിരുന്നു അത് എന്നതുകൊണ്ട് അങ്ങനെ പേര് വിളിക്കപ്പെട്ടു എന്നായിരിക്കാം ശരി. ഏതായിരുന്നാലും അതൊന്നും ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമല്ല. അത് ഒരു പ്രത്യേക തരത്തിലുള്ള മൃഗമായിരുന്നു. ഹദീസുകൾ അതിനെപ്പറ്റി പറയുന്നത് കുതിരയേക്കാൾ തെല്ല് ചെറുതായിരുന്നു, എന്നാൽ കഴുതയോളം ചെറുതുമല്ല, കഴുതയേക്കാൾ ഒരു അല്പം വലുത്. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ യളഉ റിജ്ലഹു അല മുൻതഹ ബസരിഹി എന്നാണ്. കണ്ണ് എത്തുന്നിടത്തേക്ക് കാല് വെക്കാൻ കഴിയുന്ന ഒരു പ്രത്യേക ജീവിയായിരുന്നു അത്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും കയറ്റി ജിബ്രീൽ അലൈഹിസ്സലാം പായുകയാണ്. പിന്നെ എങ്ങനെയാണ് ആ പോക്ക്? കാരണം അത് മാനുഷികമായ ഒരു സഞ്ചാരമല്ല, ഒരു യാത്രയല്ല, തികച്ചും ഇലാഹിയായ ഒരു സവിശേഷമായ യാത്രയാണ്. ആയതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ പറയേണ്ടതും കേൾക്കേണ്ടതും അന്വേഷിക്കേണ്ടതുമില്ല. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം നബിയെയും വഹിച്ചുകൊണ്ട് ബുറാഖ് എത്തിച്ചേർന്നത് ബൈത്തുൽ മുഖദ്ദസിലായിരുന്നു. ബൈത്തുൽ മുഖദ്ദസിൽ അപ്പോഴേക്കും ഈ ലോകത്ത് കഴിഞ്ഞുപോയ എല്ലാ അമ്പിയാക്കളുടെയും ആത്മാവുകളെ അള്ളാഹു എത്തിച്ചിരുന്നു. അവരെല്ലാവരും ബൈത്തുൽ മുഖദ്ദസിൻ്റെ ഉള്ളിൽ മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാത്തു നിൽക്കുകയായിരുന്നു. നബി തങ്ങൾ ബൈത്തുൽ മുഖദ്ദസിൻ്റെ അങ്കണത്തിലെത്തി, സമുച്ചയത്തിലെത്തി. ജിബ്രീൽ അലൈഹിസ്സലാം ബുറാഖ് എന്ന തങ്ങളുടെ വാഹനത്തെ അവിടെ ഒരു സ്ഥലത്ത് ബന്ധിച്ചു. അതിനുശേഷം അവർ പള്ളിയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. അവരെല്ലാവരും നബിയെ സ്വീകരിച്ചു. പിന്നെ അവിടെ നടക്കുന്ന ഒരു കാര്യം, അവർക്കെല്ലാവർക്കും ഇമാമായി മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിച്ചു എന്നതാണ്. ഇതിനെ നമുക്ക് അല്ലെങ്കിൽ ചരിത്ര വിദ്യാർത്ഥികൾക്ക്
ഒരു ഔദ്യോഗികമായ സ്വഭാവത്തിലുള്ള ഒരു അധികാര കൈമാറ്റത്തിൻ്റെ ചടങ്ങായി നമുക്ക് കാണാവുന്നതാണ്. ചില ചരിത്രങ്ങളൊക്കെ അങ്ങനെ വായിക്കുന്നുണ്ട്. എങ്ങനെയെന്നല്ലേ, അല്ലെങ്കിൽ എന്തുകൊണ്ട് എന്നല്ലേ, ഇൻഷാ അല്ലാഹ് നമുക്ക് ആലോചിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.